നമസ്കാരം. ഇന്നത്തെ ദിവസം ഇതുവരെ നടന്ന ചില സുപ്രധാന വാർത്തകൾ നോക്കാം ന്യൂസ് 360യിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറസ്റ്റിൽ. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ, ഉത്തരവ് ഉടൻ ഇറങ്ങും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റടിയെന്ന് കോൺഗ്രസ്. നാവികസേനയ്ക്ക് കരുത്തായ ആൽഫ 20 അത്യാധുനിക യാനം കമ്മീഷൻ ചെയ്തു. അനന്ത് അംബാനിയുടെ വൻതാരയിൽ സന്ദർശനം നടത്തി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വിദേശ ചിത്രങ്ങൾക്ക് അനുമതിയില്ല, നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന് കേന്ദ്രം. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ AO ശ്രീകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ പൂശാൻ നൽകിയ സ്വർണം അപഹരിച്ച കേസിലാണ് നടപടി. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്താൻ നൽകിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് അപഹരിച്ചുവെന്നാണ് കേസ്. സ്വർണം ചെമ്പാണെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിൽ ശ്രീകുമാറിന് നേരിട്ട് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി സ്വർണം കൈമാറാൻ തീരുമാനിച്ചത് ശ്രീകുമാർ ആയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും അന്വേഷണമായി സഹകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ സുപ്രധാന പദവിയിലിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയായത് ദേവസ്വം ബോർഡിനും ക്ഷീണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു. ഇതിനിടെ കേസിലെ പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ അതിജീവിതയെ അപമാനിച്ചതിന് പോലീസ് വീണ്ടും കേസെടുത്തു. ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. വിചാരണ കോടതി വിധി വരുന്നതിന് തൊട്ടു മുമ്പാണ് മാർട്ടിൻ ആന്റണി ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതായി കണ്ടെത്തി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അതേസമയം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും. ഇതിനുള്ള ഉത്തരവ് 1-2 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും. ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് പിരിയുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് അപ്പീൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ നിയമ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊച്ചി. നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ED സമർപ്പിച്ച കുറ്റപത്രം കോടതി തള്ളിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ നടപടി BJP സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടലിനേറ്റ തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. കേസിൽ FIR പോലും ഇല്ലാതെയാണ് ED അന്വേഷണം നടത്തിയതെന്നും ഇത് ഭരണകൂട ഭീകരതയുടെ ഉദാഹരണമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. സത്യം എപ്പോഴും ജയിക്കുമെന്നും ഗാന്ധി കുടുംബത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ലെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ED. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇന്നും ബഹളം വെച്ചു. അടുത്ത 3 മാസത്തിനുള്ളിൽ പുതിയ കുറ്റപത്രം സമർപ്പിക്കാൻ EDക്ക് സാധിക്കുമെങ്കിലും ഇപ്പോഴത്തെ കോടതി വിധി പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. നാവികസേനയുടെ കടലിനടിയിലുള്ള സേവനങ്ങൾക്ക് കരുത്തു പകരാൻ അത്യാധുനിക ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റായ ആൽഫ 20 കൊച്ചിയിൽ കമ്മീഷൻ ചെയ്തു. കൊൽക്കത്തയിലെ MS ടിഗാർഡ് വാഗൻസ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ഈ യാനം. നാവികസേനയുടെ ആഴക്കടൽ നീന്തൽ ദൗത്യങ്ങൾക്കും തിരച്ചിലിനും പര്യവേഷണത്തിനുമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ യാനം. കൊൽക്കത്തയിലെ ടിറ്റാഗഡ് വാഗൺസ് ലിമിറ്റഡ് ദക്ഷിണ നാവിക കമാൻഡിന്റെ സഹകരണത്തോടെയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന യാനത്തിന്റെ കമ്മീഷനിംഗ് നിർവഹിച്ചു. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഡൈവിംഗ് ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള ആൽഫ 20 നാവികസേനയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്.
ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഗുജറാത്തിലെ ജാംനഗറിലുള്ള ആനന്ദ് അംബാനിയുടെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിച്ചു. എന്നാൽ അതൊരു സാധാരണ താര സന്ദർശനമായിരുന്നില്ല, മറിച്ച് പുരാതന ഭാരതീയ പാരമ്പര്യവും ആധുനിക ശാസ്ത്രീയ മൃഗസംരക്ഷണവും ഒരു ആഗോള മനുഷ്യസ്നേഹിയുടെ കണ്ണുകളിലൂടെ ഒന്നിക്കുന്ന അപൂർവ സംഗമമായിരുന്നു. പ്രകൃതിയോടുള്ള സനാതനധർമ്മത്തിന്റെ ആദരവിൽ വേരൂന്നിയ പവിത്രമായ ആചാരങ്ങളിൽ തുടങ്ങി ലോകോത്തര നിലവാരത്തിലുള്ള വന്യജീവി പുനരധിവാസത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു മെസ്സിയുടെ സന്ദർശനം. മെസ്സിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമായി അത് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ഊഷ്മളവും പരമ്പരാഗതവുമായ വരവേൽപ്പാണ് വൻതാരയിൽ ലഭിച്ചത്. എല്ലാ സംരക്ഷണ പ്രവർത്തനങ്ങളും പ്രകൃതിയോടുള്ള മെസ്സിക്കായി വൻതാരയിൽ ഒരുക്കിയത്. സനാതനധർമ്മത്തിന്റെ കാതലായ ഈ ആശയം മെസ്സിയുടെ സന്ദർശനത്തിന് സവിശേഷമായ ഒരു തലം നൽകുകയും ഒരു സാധാരണ സെലിബ്രിറ്റി പര്യടനത്തിൽ നിന്ന് പ്രകൃതിയോടുള്ള ആദരവിൽ അധിഷ്ഠിതമായ ഒരു തീർത്ഥാടനമാക്കി മാറ്റുകയും ചെയ്തു. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവരോടൊപ്പം വൻതാരയിൽ കാലുകുത്തിയ മെസ്സിയെ കാത്തിരുന്നത് കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും വർണ്ണങ്ങളുടെയും ഒരു സമന്വയമായിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന മഹാ ആരതിയിലും മെസ്സി പങ്കാളിയായി. ഹരിതോർജ സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സും സന്ദർശിച്ച മെസ്സി ഈ സംരംഭങ്ങളുടെ വലിപ്പവും അതിനു പിന്നിലെ ദീർഘവീക്ഷണവും കണ്ട് തന്റെ അത്ഭുതം മറച്ചുവെച്ചില്ല. ഓരോ കേന്ദ്രത്തിലും വിദഗ്ധ വെറ്റിനറി പരിചരണം, ഓരോ മൃഗത്തിനും അനുയോജ്യമായ പോഷകാഹാരം, സ്വഭാവ പരിശീലനം, ശാസ്ത്രീയമായ പരിപാലന രീതികൾ എന്നിവയിലൂടെ മൃഗങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, മുംബൈ. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി വിദേശ ചിത്രങ്ങൾക്ക് കേന്ദ്രത്തിന്റെ വിലക്ക്. 5 പ്രമുഖ വിദേശ ചിത്രങ്ങൾക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. പാലസ്തീൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിക്കാത്തത്. അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ ഈ ചിത്രങ്ങളിലെ ഉള്ളടക്കം ബാധിക്കുമെന്ന് കേന്ദ്ര മന്ത്രാലയം വിലയിരുത്തുന്നു. ഇതോടെ ക്ലാഷ്, യെസ് തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ മേളയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അതേസമയം സിനിമകളുടെ രേഖകൾ സമർപ്പിക്കുന്നതിൽ അക്കാദമിക്ക് വീഴ്ച പറ്റിയെന്ന് മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആവശ്യമായ എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ നൽകിയിട്ടുണ്ടെന്നുമാണ് ചലച്ചിത്ര അക്കാദമിയുടെ വിശദീകരണം. ബാക്കിയുള്ള സിനിമകൾക്ക് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ചലച്ചിത്ര പ്രേമികൾ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ടതും നിർണായകവുമായ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി നാളെ കാണാം.